ഇത് റമദാൻ 10 എടുത്ത വീഡിയോ ആണ്. സ്കൂട്ടി ഓടിക്കാൻ അറിയാമെന്നെങ്കിലും എനിക്ക് നല്ല പേടിയുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ മെയിനായിട്ടുള്ള റോഡിന് എടുത്തിട്ട് പോകാനും ടൗണിലൊക്കെ പോകാനൊക്കെ എനിക്ക് പേടിയാണ്. ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ ഒരു പേടിയൊക്കെ ഒന്ന് മാറിയിട്ട് ലൈസൻസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം കുറച്ചൊന്ന് ലെവലായിട്ടുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള സമയമാണല്ലോ. ആ സമയത്ത് നമ്മളടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി വെറുതെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ആൾക്കാരൊന്നും ഇല്ലാണ്ട് നമ്മൾ മാത്രമായിട്ട് കുറേ നേരം ഇങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എപ്പോഴും ഇതേപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോഴെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. കാരണം കൂടിപ്പോയാൽ ഇത്ര ആൾക്കാരെ കാണുമെന്നുള്ളൊരു മെയിൻ എനിക്കുണ്ട്. അപ്പോൾ തോന്നും വേണ്ട നിർത്താം, എന്തിനാ വെറുതെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എവിടെ എത്തൂല എന്നൊക്കെ എനിക്ക് തന്നെ തോന്നും. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു കുറച്ച് വ്യൂസേ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാമെന്നല്ലേ. ആ കുറച്ച് വ്യൂസുള്ള ആൾക്കാരുണ്ടല്ലോ, അത് വേറെ ആൾക്കാരുമല്ല, എൻ്റെ ഫാമിലി ഫ്രണ്ട്സും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് റിപ്പീറ്റ് അടിച്ച് കാണുന്നവരാണെന്ന് ഓരോ തവണ അവരെ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്ക് എല്ലാം ബൈ ഹാർട്ടായ പോലെയാണ് എൻ്റെ വീഡിയോസ്. അപ്പോൾ അവരാ ഒരു സപ്പോർട്ട് ഇനിയും ചെയ്യണം, പിന്നെ അതങ്ങനെ ആയില്ലേ, ഇങ്ങനെ അതാക്കിയില്ലേ, ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കീനി, അത് പിന്നെ ഉണ്ടാക്കി നോക്കീനി, അങ്ങനെയൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ എന്നോട് പറയുമ്പോൾ, ഓരോരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ എന്താ പറയുക, അവർക്കൊക്കെ അത്രയും നല്ല ആഗ്രഹമുണ്ട് എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ നല്ലൊരു വളർന്ന് വലിയൊരു ചാനലാവണമെന്നും അടിപൊളിയാവണമെന്നും എന്നെക്കാട്ടിയും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ ഫാമിലി ഫ്രണ്ട്സും. ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കും. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി, ഉമ്മാൻ്റെ എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു യൂട്യൂബർ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നുക. റമദാനിൽ പിന്നെ എനിക്ക് ചെറിയ മോളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചില സമയത്തൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ വേണ്ടാന്നൊക്കെ തോന്നിയാലും ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, വീഡിയോ ഇടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സന്തോഷം അത് മതി നമുക്ക് പിന്നെ വീഡിയോസ് എടുക്കാനൊക്കെ തോന്നും. എത്ര കഴിയുന്നില്ലെങ്കിലും പ്രശ്നമില്ല, വ്യൂസ് കുറവാണെങ്കിലും പ്രശ്നമില്ല, എന്തെങ്കിലും എപ്പെങ്കിലും എന്തെങ്കിലും ആവുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിൽ ഇവരെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും മാത്രമല്ല കേട്ടോ, അറിയാത്ത ആൾക്കാരും ഉണ്ട് എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സിൽ. അവരും കമൻ്റ് ഇടാറുണ്ട്, റെസിപ്പീസ് ചോദിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കുറേ അറിയാത്ത ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഫാമിലീനെ എടുത്ത് പറയാൻ കാരണം അവരാരും ഇല്ലെങ്കിലും എപ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പിന്നെ അറിയാത്ത ആൾക്കാരായാലും എല്ലാവരോടായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നോമ്പിന് ഉണ്ടാക്കിയിട്ടുണ്ടായത് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വേവിക്കാൻ വെച്ചതാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായേ. പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തത് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെ ഉള്ളി വേവിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ റോൾ ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, സോസൊക്കെ ഒഴിച്ചിട്ട് ക്യാപ്സിക്കം ഇട്ടിട്ട്, അതേപോലെയാണ് ഉണ്ടാക്കിയത്. എപ്പോഴും ഒരേപോലെ തന്നെയല്ല നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചില്ലീൻ്റെ ടേസ്റ്റിലാക്കുമ്പം എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് സോയാ സോസും ടൊമാറ്റോ സോസും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ മല്ലിച്ചപ്പും, ശരിക്കും നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ ഞാൻ ഫില്ലിങ് ഉണ്ടാക്കിയെടുത്തിനെ. നല്ല ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു ഫില്ലിങ്. നമ്മളെപ്പം കഴിക്കുന്നതിനെക്കാട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. പിന്നെ എന്നിട്ടിതാ അത് റോൾ ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിലിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായ. ഇനി വെയ്യെടുത്ത് ഫ്രൈ ചെയ്യലേ വേണ്ടു. അപ്പോൾ ഇതാദ്യം ഒന്ന് ആക്കി വെക്കും. പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെതായ രീതിയിലൊരു സ്നാക്സ് ഉണ്ടാക്കിനെ. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മയോണൈസ് ആക്കിയത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിനുള്ളൊരു ഫില്ലിംഗ് എന്ന് പറയാൻ. അപ്പോൾ ഇത് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഫില്ലിങ് റെഡിയായേ. ഞാൻ മുമ്പേ ഇതിൻ്റെ ഏകദേശമുള്ളൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിനങ്ങാട്ടിയും ജ്യൂസിയും ആൻഡ് ടേസ്റ്റിയുമാണ്. എന്തായാലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. സിമ്പിളായിട്ട് ഉണ്ടാക്കുക, പരത്തിയും കുഴക്കുകയും ഒന്നും വേണ്ട.
ഇതേപോലെ ലോങ് ബ്രെഡ് മതി. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ മയോണൈസിലേക്കില്ലേ കുറച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ടൊമാറ്റോ സോസും ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണിത്. എന്നിട്ട് അതാണ് ഞാൻ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് ഇതേപോലെ ആക്കി കൊടുക്കാം. എന്നിട്ടിതാ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് ഇല്ലേ അത് ഒരു ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ഞാനൊന്ന് ഇട്ടത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടിലും നല്ലോണം ഞാൻ ഇട്ട് കൊടുത്തിന്. അപ്പോൾ അത്രയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ലൈഡ് ചീസും പിന്നെ മൊസറല്ല ചീസും ഇല്ലേ അതും നല്ലേക്കൊന്ന് മേലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചീസ് ഇട്ട് കൊടുക്കാം. മറ്റേത് എൻ്റെ കയ്യിൽ ഒന്നേ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇതാ 2 ചീസും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനും ഇല്ലേ അതും വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മൾ നോമ്പൊരുക്കാനാകുമ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കേ വേണ്ടൂ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ചീസായതുകൊണ്ട് മെൽറ്റ് ചെയ്തിട്ട് കിട്ടേണ്ടതല്ലേ, അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ചൂടോടെ കഴിക്കാനായിരിക്കും അത് നല്ല ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച മട്ടണില്ലേ അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ കുക്കറിൽ തന്നെ മസാല ഉണ്ടാക്കുന്നതാണ്. ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് മസാല ആക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഞാൻ എൻ്റെതായ രീതിയിൽ ഓരോരോ മസാല ഉണ്ടാക്കും കേട്ടോ. പിന്നെ അതിലേക്ക് പുതിന ചപ്പ് പിന്നെ മട്ടനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മട്ടൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ മട്ടൻ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് 2-3 വിസിൽ അത്രേ വേണ്ടൂ. അപ്പോഴത്തേക്ക് തന്നെ അത് വെന്തിട്ട് കിട്ടും മസാലയും. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ആക്കി വെച്ചത് പങ്കെടുക്കാനാകുമ്പോൾ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാത്രമായെങ്കിലും എങ്ങനത്തെ പാത്രമാണെങ്കിലും നിങ്ങൾ ചെറിയ ഫ്ലെയിമിൽ വെക്കണം, ചീസൊന്ന് മെൽറ്റായി കിട്ടാൻ. പിന്നെ അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ളത് വെച്ച് കൊടുത്താൽ നല്ല കായ് കിട്ടും, അല്ലെങ്കിൽ അടി വേഗം കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ബ്രെഡ് വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല കട്ടിയിലെ പാത്രത്തിലോ അടിയിൽ എന്തെങ്കിലും വെക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ബൈറ്റ്സ് തന്നെ മതി, വേഗം വയറ് ഫില്ലാവും ചീസും മയോണൈസൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത് ജ്യൂസായിട്ട് ഉണ്ടാക്കിയത് ഷമാം ഷെയ്ക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായേ. പിന്നെ ചിക്കൻ റോളും നമ്മളുണ്ടാക്കിയ കടിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായേ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണിയാണ്. നമ്മൾ പൊതുവേ നോമ്പിന് അങ്ങനെ ബിരിയാണി വെക്കൽ കുറവാണ്. ഇത് ഹസ്ബൻഡ് ഇല്ലോണ്ടും പോകാനായതുകൊണ്ടൊക്കെ തന്നെ മട്ടൻ വാങ്ങിക്കൊണ്ട് ബിരിയാണി ആക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് എന്നിട്ടാണ് പിന്നെ ബിരിയാണി ദമ്മൊക്കെ ഇട്ടിട്ടുണ്ടായേ. പിന്നെ ഇതാ ജ്യൂസൊക്കെ കഴിക്കലും പിന്നെ ലാസ്റ്റ് ആകുമ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യലും അതിൻ്റെ തിരക്കാണല്ലോ. എന്നിട്ട് നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനാകുമ്പോഴാണ് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ടായേ. ഞാനെപ്പോഴും ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ ഇപ്പം ഇടുന്നത്. വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് എടുത്തതാണ്. ഒന്നുമില്ല, വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് നോമ്പിന് എന്തൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ചോറ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഗരം മസാലയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതാ മട്ടൻ്റെ നല്ല മസാല റെഡി ആയിട്ടുണ്ട്, അതും ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കും. എനിക്ക് ഈ ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷനാണ് ഈ ദം ചെയ്യുന്നത് കാണാനും അതേപോലെ വീഡിയോ എടുക്കാനും. നല്ല രസമല്ലേ ബിരിയാണിയുടെ ലാസ്റ്റത്തെ ഈ ഒരു സ്റ്റെപ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ലാസ്റ്റും അതേപോലെ തന്നെ ചോറ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഗരം മസാലയും പിന്നെ മല്ലിച്ചപ്പും വേണമെങ്കിൽ ഉള്ളി ഫ്രൈ ചെയ്തത് അതൊക്കെ ഇട്ടാൽ നല്ല രസമാണ്. പക്ഷേ നമുക്കിങ്ങനെ സിമ്പിളായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബത്തക്കയില്ലേ ഇതിൻ്റെ റെസിപ്പി പോലെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്ടർമെലൺ സാലഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതേപോലെ തന്നെ ഉണ്ടാക്കിയത്. പച്ചമുളകും ചെറുനാരങ്ങയും ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് പുളി എല്ലാം ഇടാം, സിർക്ക വയ്ക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇങ്ങനെ തന്നെ ആക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ബത്തക്ക നല്ല മധുരമുള്ളതാകില്ലേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇതാണ് ഞാൻ സൈഡായിട്ട് എൻ്റെ ഒപ്പം കഴിക്കാൻ ആക്കിയിട്ടുണ്ടായേ. എന്നിട്ട്
അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് വൈറ്റ് എള്ള് ഇട്ട് കൊടുത്താലുണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ടാവേ. അപ്പം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ തന്നെ റമദാൻ 10ൻ്റെ വിശേഷങ്ങൾ. വീഡിയോ കുറച്ച് ലേറ്റായിപ്പോയി. ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ഇത്രയൊക്കെ തന്നെ. ഇനിയും റമദാനിൻ്റെ വിശേഷങ്ങളും പുതിയ സ്നാക്സ് റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.